ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്കറിയാം നാളെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ബ്ലിസ് അച്ചുവേട്ടന് കൊടുക്കാനായിട്ടൊരു സർപ്രൈസ് എൻ്റെ തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ബോക്സ്. സോ അപ്പം ഞാൻ എന്നോട് പറഞ്ഞത് നാളെ രാവിലെ അച്ചുവേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ കട്ടിലിൽ അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. അച്ചുവേട്ടൻ അത് കണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചുവേട്ടൻ ഇപ്പോൾ വന്നിട്ടില്ല. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇതൊരു ബോക്സിൽ, ഇങ്ങനെ കൊറിയർ ബോക്സിലാണ് വന്നത്, അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നത് ബോക്സ് ഒന്ന് അഴിക്കുവാണ്. ഈ കൊറിയറിൻ്റെ ബോക്സ് അഴിച്ചിട്ട് ആ പെട്ടിയോട് ഇങ്ങനെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ ബാക്കിയുള്ള വീഡിയോ ഞാൻ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. അച്ചുവേട്ടനെ എഴുന്നേൽക്കുമ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്തുവാന്ന്. അപ്പം നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതിനകത്ത് തിന്നാൻ വല്ലതും ഉണ്ടെങ്കിൽ അതും എനിക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷകൾ. പിന്നെ എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് രാവിലെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് സംഭവം തുറന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടിച്ചു, ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ കത്തി കൊണ്ടുവന്ന് ഇതിങ്ങനെ പൊട്ടിച്ചു. അപ്പോൾ ഇതാണ് ഒരു ബോക്സാണ്, ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിലുള്ളൊരു ബോക്സാണ്. ഇതിനകത്ത് എന്തുവാന്ന് നമുക്ക് രാവിലെ കാണാം. ഇപ്പോൾ ഇത് ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തുവാന്ന് നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അച്ചുവേട്ടൻ്റെ റൂമിൽ വയ്ക്കാം. എന്താ ഒരു ഇത് മൊത്തം ചുറ്റിയിട്ടുണ്ടല്ലോ ചേട്ടാ. താങ്ക് യു. അതാണ് എനിക്ക് വേണ്ട. പേഴ്സ് റാപ്പ് ചെയ്ത് ചേട്ടാ ഈ ഇതൊന്ന് അഴിച്ചു വെച്ചേട്ടാ. അതിനകത്ത് എന്തോ റോസ് മാത്രമേ ഉള്ളോ? ഉള്ളല്ലേ, അതങ്ങനെ വെച്ചേക്കുന്നത്. ഒന്നും അത് അഴിക്കണ്ട. താങ്ക് യു. വിളിക്കട്ടെ. ഞാൻ അതെല്ലാം തിരിച്ചു വരക്കി വെക്കും. അത് ആ പേപ്പറൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. എനിക്കൊരു ഫോട്ടോ എടുക്കാണ്ട്. പേര് എഴുതിയിട്ടുണ്ട് വാലറ്റിൽ. എന്തോ കാണിക്കും, ഞാൻ എടുത്തു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു. ഇനി ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബാഗ് ഓർഡർ ചെയ്തായിരുന്നു. ഓൾറെഡി ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി. അപ്പോൾ ഞാൻ കരുതി അത് നാട്ടിൽ ഇൻബോക്സ് ചെയ്യുന്ന വീഡിയോ കൂടെ കാണിക്കാനും. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് ഞാൻ നോർമലൊരു അച്ചോട്ട് സൗണ്ട് കുറച്ചേ. അപ്പം ഞാൻ നോർമലൊരു ബാഗാണ് വാങ്ങിച്ചത്. ബ്ലാക്ക് കളർ പ്ലെയിൻ ബാഗ് എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ബാഗിൻ്റെ സിബൊക്കെ പോയായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ബാഗ്. ഇത് 1499 എന്തോ ബാഗാണ്. അത് ഓഫർ പ്രൈസിന് 200 രൂപയ്ക്ക് കിട്ടും. 200 രൂപയ്ക്ക് കിട്ടി. അപ്പം ഞാനത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്
ഇത് നിങ്ങളുടെ എല്ലാവരും കയ്യിൽ കാണുമായിരിക്കും. ഇതിന് 3 റോ വരുന്നുണ്ട്. 3 റോ വരുന്നുണ്ട്. ഒന്നത് ഇവിടെ, ഒന്ന് പിന്നെ ഇവിടെ സിബ്, ഒന്ന് ഇപ്പുറത്തെ സൈഡ്. ഇതാണ് ബാഗ്. അത്യാവശ്യം നല്ല കുറേ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ്. എനിക്ക് ലഞ്ചും അതേപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ഇതുണ്ട്, നല്ല ഉള്ളിൽ നല്ല വലുപ്പമുള്ള ബാഗാണ്. ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പം ഞാനാണ് ബാഗ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഈ ബാഗ് ഒന്ന് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് അവൾ വാങ്ങിച്ചു കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ആ ബാഗ്. ഞാൻ ഇതൊക്കെ തേക്കാണ് ഓഫീസിൽ പോകാൻ പോകുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതാണ് ബാഗ്. ബ്ലാക്ക് ബാഗാണ്, പ്ലെയിൻ ബാഗ്. മെറ്റീരിയലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ബാഗ്. അടുത്തായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ചെയിനാണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ആദ്യം ഞാനാണെങ്കിൽ ജോക്രാൻവിച്ച് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് ഒരു മാല ഓർഡർ ചെയ്തിട്ട് ഭയങ്കര മോശം ക്വാളിറ്റി ആയിരുന്നു. ഒരു തൊട്ട് ഇട്ടപ്പോൾ തന്നെ കളറൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഹലോ ബ്യൂട്ടിഫുൾ കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മാല നോക്കട്ടെ. ഇത് എൻ്റെ നാളിൻ്റെ എന്തോ കളർ അങ്ങനത്തെ വയസ്സിൽ കുറേ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാളിൻ്റെ ഓക്കെ എൻ്റെ നാളിൻ്റെ സ്റ്റോൺ ഇതാന്ന് വാങ്ങിച്ചാണ്. 2 ചെയിനായിട്ടാണ് വരുന്നത്. ഇത് എൻ്റെ നാളിൻ്റെയാണ് പച്ച കളർ. 2 ചെയിനായിട്ടാണ് വരുന്നത്. ഒന്ന് ഒരു ചെയിൻ 2 ലെയറായിട്ടും വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ഒരു ചെയിൻ വരുന്നത്. ഞാൻ ഇന്നിടുന്നില്ല. പിന്നെ കാരണം എൻ്റെ ഈ ഡ്രസ്സ് കുറച്ച് കഴുത്ത് കയറിയതായതുകൊണ്ട് ഇനി മലയിട്ടിട്ട് കാര്യമില്ല. ഒന്നത് ഇതാണ് ലോക്കറ്റ് വരുന്നത്. ഇതാണ്. അപ്പം ഇതിങ്ങനെ 2 എണ്ണമായിട്ട് ഇടാം. ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ മാലയായിട്ടും വേണമെങ്കിൽ ഇടാം. ഇതാണ് ഒരു മാല. നമുക്കിതിങ്ങനെ പെയർ ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതിങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്ത് ഇങ്ങനെ ഇടാം. ഞാനെന്തായാലും ഇത് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഇടാമെന്ന് വെക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആട്ടെ. അപ്പോൾ ചാച്ചാ ബൈ ബൈ. ഇത്രയുള്ള എൻ്റെ കുട്ടി വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാച്ചാ ബായ്. ഞാൻ ഓഫീസിൽ പോട്ടെ. ബായ്.